ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ X200 യൂസർ റിവ്യൂയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. ഫ്രണ്ടിൽ ആർമർ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പ്രാവശ്യം താഴെ വീണു. ആ സമയത്ത് അതിനൊരു കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല. ഡിസ്പ്ലേയിലോ ഒന്നും ഒരു പ്രശ്നവും എനിക്ക് പറ്റിയിട്ടില്ല. പൗച്ചിട്ടിട്ടുണ്ടായിരുന്നു, സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് കൂടി ഒരു കംപ്ലൈൻറ്റും അതിന് സംഭവിച്ചില്ല. അതും റോഡിൽ കീല് ഇട്ട ടാർ റോഡിലാണ് ഫോൺ വീണത്. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ആ ഫോണിന് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ വരുന്നത് അലുമിനിയം ഫ്രെയിമും IP68-69 പ്രൊട്ടക്ഷനുമാണ് ഫോണിന് വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മുക്കിയാലോ വെള്ളത്തിൽ 5 മീറ്റർ വരെ താഴ്ത്തി വെച്ചാലോ ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും വരത്തില്ല. പിന്നെ LTPOയുടെ സപ്പോർട്ടുണ്ട്. 0.1 ഹെഡ്സ് തൊട്ട് 120 ഹെഡ്സ് വരെയുള്ള LTPO പാനലാണ് അതിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഫോൺ നൽകുന്നത്. ബിൽഡ് ക്വാളിറ്റിക്ക് ഞാൻ 10-ൽ 8 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിന് കൊടുത്തിരിക്കുന്ന ആർമർ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനാണ്. ആർമർ 2 വരെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ആ സമയത്താണ് ഇവർ ആർമർ ഗ്ലാസിന്റെ മാത്രം പ്രൊട്ടക്ഷൻ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രെയിം ഇന്ന് ടൈറ്റാനിയം വരെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. ആ സമയത്തും നമുക്ക് തരുന്നത് അലുമിനിയം ഫ്രെയിമാണ് എന്നതും ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയും. അതുകൊണ്ടാണ് 10-ൽ 8 കൊടുക്കുന്നത്. അടുത്തത് ക്യാമറയിലോട്ട് കിടക്കുകയാണെങ്കിൽ ക്യാമറ സൂപ്പർ ക്യാമറയാണ്. അതിനെക്കുറിച്ച് മാത്രം ഒന്നും പറയാനില്ല. കാരണം അത്രയ്ക്ക് നല്ല ക്യാമറ ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. മാക്രോ ക്യാമറയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ് അതിൽ നൽകിയിരിക്കുന്നത്. വേറെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ട് എല്ലാ മൊബൈലിനെയും കാട്ടിയും ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ആണ് എനിക്ക് ഈ X200-ൽ ലഭിച്ചത്. അതിൽ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. വേറെ അതിനെക്കുറിച്ച് കുറ്റമൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു മൊബൈലിന് നൽകാവുന്ന ക്യാമറ ക്വാളിറ്റിക്ക് ഒരു പരിധി ഉണ്ടല്ലോ, അതിന് മാക്സിമം അവർ നൽകുന്നുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ 10-ന് 10 X200-ന് കൊടുക്കും. ഈ X200 എടുക്കാൻ തന്നെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ക്യാമറ തന്നെയാണ്. അടുത്തത് പെർഫോമൻസിലേക്ക് കിടക്കുകയാണെങ്കിലും പെർഫോമൻസ് ഒരു തരത്തിലുള്ള ലാഗോ ഒരു തരത്തിലുള്ള പ്രശ്നമോ എനിക്കിതുവരെ ഫീൽ ആയിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഹീറ്റ് ചെറുതായിട്ട് ഉണ്ട്. അത് ഇതിൻ്റെ ഒരു ചിപ്പിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ പെർഫോമൻസ് അത്രയും നൽകുന്നത് കൊണ്ടായിരിക്കും ആ ഫോൺ ഹീറ്റ് ആകുന്നത്. പൊതുവെ ഒരു ഫാനിൻ്റെ മൂട്ടിലൊക്കെ ഇരുന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അല്ല, നമ്മളൊരു വെയിലത്തൊക്കെ ഇരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പെർഫോമൻസിന് ഒരു തരത്തിലുള്ള ലാഗും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഗെയിം കളിക്കുമ്പോഴോ ഒന്നിനും എനിക്ക് ആ ഒരു പ്രശ്നം നേരിട്ടിട്ടില്ല. നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഫോൺ എനിക്ക് നൽകിയത്. സ്നാപ്ഡ്രാഗന്റെ ചിപ്പ് ഇല്ല എന്ന് കരുതി നിങ്ങളാരും ഈ ഫോൺ എടുക്കാതിരിക്കേണ്ട കാരണമാകുന്നില്ല. കാരണം മീഡിയടെക്കൊക്കെ എത്രമാത്രം വളർന്നു എന്ന് നമുക്ക് ഈ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, നമ്മൾ സ്നാപ്ഡ്രാഗൺ 8-ന്റെ അത്രയും സ്കോർ കിട്ടിയിട്ട് നമുക്കെന്ത് ചെയ്യാനാണ്? നമുക്ക് ഉപയോഗം എല്ലാം ക്ലിയറായി നടക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതല്ലാതെ നമുക്ക് ആറ്റിറ്റ്യൂഡ് സ്കോർ കൂടുതൽ കിട്ടുക എന്നത് ഒരു ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് ഗെയിമിംഗ് ആണ് മുൻഗണനയെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ടത് IQ13-ലോട്ടാണ്. അല്ലാതെ ഇത് ഒരു ഓൾറൗണ്ടർ ഫോണാണ്. ഇത് അതിൻ്റെതായ ഒരു മികവാണ് പുലർത്തുന്നത്. ഒരു പെർഫോമൻസ് ലാഗോ മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ നമുക്ക് ഈ ഫോണിൽ നിന്ന് വരികയില്ല. ഞാൻ ഉപയോഗിച്ച 1 മാസത്തിനിടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും നേരിട്ടിട്ടില്ല. ഞാൻ എല്ലാ തരം ഗെയിമുകളും കളിക്കുന്ന ആളാണ്. അതിനൊന്നും എനിക്കൊരു പ്രശ്നവും തോന്നിയിട്ടുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 2 തൊട്ട് ഉള്ള പ്രോസസ്സറിൽ അത് ഉപയോഗിച്ചാൽ തന്നെ ഒരു കുഴപ്പമില്ലാതെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഉള്ള ഗെയിമുകളെല്ലാം കളിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ സീരീസിലുള്ള മൊബൈലൊന്നും അപ്പോൾ പറയേണ്ട കാര്യം പോലും വരുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പെർഫോമൻസ് നമുക്ക് 22 സ്കോർ കൂടുന്നുണ്ടെന്നല്ലാതെ വേറൊരു രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു സെക്കൻഡിൻ്റെയൊക്കെ മൈന്യൂട്ട് വ്യത്യാസത്തിലാണ് ഗെയിം ഓപ്പൺ ആകുന്നതും ക്ലോസ് ആകുന്നതെല്ലാം ഈ ചിപ്പ് സെറ്റുകളിലെല്ലാം. അത് നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നത്തില്ല ഡെയിലി യൂസിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഫോൺ നൽകുന്നത്. ഈ ഫോണിന് ഞാൻ 10-ൽ ഒരു 8 കൊടുക്കും. അത് ഹീറ്റ് ആകുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതും ഇല്ല. 10-ൽ 10 തന്നെ ഞാൻ ഈ ഫോണിന് നൽകും. അടുത്തത് ബാറ്ററിയിലേക്ക് കിടക്കുകയാണെങ്കിൽ 5800 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. അതൊരു സുഖമായിട്ട് ഒരു ദിവസം നമുക്ക് കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല 90 വാട്ട്സിൻ്റെ തന്നെ ചാർജറും നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ഒരു 3/4 മണിക്കൂറിനകത്ത് തന്നെ ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് ഞാൻ 10-ൽ
10 തന്നെ കൊടുക്കും. വേറെ കംപ്ലൈൻറ്റോ ഒരു പ്രശ്നമോ എനിക്ക് ബാറ്ററിയുടെ ഭാഗത്തുനിന്നും തോന്നിയിട്ടില്ല. ബാറ്ററി ചാർജിങ് ആ സെക്ഷനിൽ ഇത് നല്ല മികച്ച ഒരു ഫോൺ തന്നെയാണ്. അടുത്തത് മെയിൻ ഈ ഫോണിനെ തന്നെ വില കളയുന്ന ഒരേ ഒരു സാധനമാണ് ഇതിൻ്റെ യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വേസ്റ്റ് ഒരു ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഡ്വെയർ കൊണ്ട് നിറഞ്ഞ ഒരു അതിനെ ഒന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ ഹൈഡ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അതുമാത്രമാണ് എനിക്ക് ഈ ഫോണിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അതിനുള്ളൊരു അല്ല ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് OS വളരെയേറെ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഒരു OS ആണ് അത്. പക്ഷേ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് അത് അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നല്ലൊരു ഗുണമേന്മ നൽകേണ്ടതാണ്, പക്ഷേ അത് എനിക്ക് നൽകുന്നില്ല. അത് നമുക്ക് ആ ഒരു ഫീലും കിട്ടുന്നില്ല. നമുക്ക് ആ ഒരു പ്രീമിയം ഫോണാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഫീല് കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം തന്നെ ഇതിൻ്റെ ആണ്. യിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് 10-5 കൊടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വേസ്റ്റ് ഒരു അതായത് ഹൈപ്പർ OSനെയും കാട്ടി ഒരു വേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് OS 50. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് എൻ്റെ വിലയിരുത്തലും നിഗമനവും ഈ ഫോണിനെ കുറിച്ച്. വിലയേറിയ നിങ്ങളുടെ കമൻസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.